സങ്കീർത്തനം 62:8. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സിഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 62-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാം തിരുലിഖിതത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ദൈവജനത്തോട് സങ്കീർത്തകൻ വളരെ വലിയൊരു ദൂത് പങ്കുവയ്ക്കുകയാണ്. ജനമേ, നീ ഒരു പ്രത്യേക അവസ്ഥയിൽ മാത്രമല്ല, എല്ലാ കാലത്തും എന്നും എന്നേക്കും ദൈവത്തിൽ മാത്രം ശരണം വെക്കുവാൻ, വേറെ ആരിലും ശരണം വെക്കരുത്. എന്നിട്ട് പറയാണ്, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. വീണ്ടും അരുളി ചെയ്യുകയാണ്, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. എന്താണ് ഈ പറഞ്ഞതിന് ഉൾപ്പൊരുള്? ഒരു വ്യക്തി ദൈവത്തിന് മുമ്പിൽ സ്വന്തം ഹൃദയം തുറക്കുമ്പോൾ ദൈവം അവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. പിന്നെ അവൻ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് അവൻ്റെ സങ്കേതം. അവൻ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിന്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിന് എന്ത് തരത്തിലുള്ള ഒരു കെട്ടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുന്ന ദൈവ പൈതലാണെങ്കിലും ദൈവത്തിൽ മാത്രം ശരണം വെച്ച് ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ മാത്രം സങ്കേതമായി എടുത്താൽ ആ വ്യക്തി വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിത് ശരിക്കും മനസ്സിലായ ഒരു സംഭവം, ഈ അട്ടപ്പാടി സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ നാളുകളിൽ ധ്യാനം കൂടെ ഒരു സഹോദരി വന്ന്, ആ സഹോദരി വന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരി സ്റ്റേജിൽ വന്നൊരു കാര്യം പറഞ്ഞ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൃദയം ഒരു ശരിക്കും കൊണ്ട് ജ്വലിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന യാഥാർത്ഥ്യം ഒന്നിൽ കൂടെ ജീവിതം കൊണ്ട് തെളിഞ്ഞു. ആ അനുഭവം ഇപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ദീപ, കരിമ്പേന്ന് വരുന്നു. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആങ്ങള 18 വയസ്സായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയതാണ്. എല്ലാ ദുശീലങ്ങൾക്കും അടിമയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ 2010 നവംബറിൽ ഞങ്ങളുടെ വീട്ടിൽ മദ്യപാനം മൂലം വലിയൊരു വിഷമാവസ്ഥ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ, എൻ്റെ പപ്പ മദ്യപാനി, എനിക്ക് കിട്ടിയ ഭർത്താവ് അത്യാവശ്യം കുടിക്കും, എൻ്റെ ആങ്ങളെയും തികഞ്ഞ മദ്യപാനി, അപ്പം ഇങ്ങനെ പോയ എല്ലാ ആത്മാക്കളും നഷ്ടപ്പെട്ടു പോയില്ലേ ഈശോയെ. ഞാൻ നേർച്ച നേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 7 ആദ്യ വെള്ളിയാഴ്ച ഞാൻ സെഹിയോനി വന്ന് പ്രാർത്ഥിക്കും, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ ഈശോയോട് ഞാൻ നേർച്ച നേർന്ന് പ്രതിജ്ഞ ചെയ്തു. എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഉപവാസം എടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ സെഹിയോനിലേക്ക് വിളിച്ചപ്പം ഒരു ബ്രദറെ ഫോൺ എടുത്ത ബ്രദർ പറഞ്ഞു, അതായത് ഫോണിൽ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു അല്ലേ? അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വിളിക്കും, ആ സമയത്ത് ഫോണിൽ കൂടെ അപ്പൊ തന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ സംവിധാനം ഉണ്ട്. എന്നിട്ട് ബ്രദർ പറഞ്ഞു, 21 വിശ്വാസ പ്രമാണവും 21 എത്രേന്ത്യയുള്ള മാതാവും സങ്കീർത്തനം 70 9 പ്രാവശ്യം അങ്ങനെ 90 ദിവസം ചൊല്ലണമെന്ന് പറഞ്ഞു. ഞാൻ മുടങ്ങാതെ അത് ചൊല്ലി തുടങ്ങി. 90 ദിവസം അത് ചൊല്ലി. ഒരു കാര്യം നിർദ്ദേശം കിട്ടി, അതങ്ങോട്ട് അനുസരിച്ചു ചൊല്ലി. 9 ദിവസം പോലും ആയില്ല, എൻ്റെ ആങ്ങളെ എന്നെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ആരും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റിച്ചാൻ മരിക്കൊന്നും വേണ്ട, റിച്ചാൻ വാ, ഞാൻ അതിന് നല്ലൊരു ഇത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വരാൻ വണ്ടിക്കൂലിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഞങ്ങൾ വരുത്തി. വന്നു കഴിഞ്ഞ് അന്ന് ഞാൻ നേർച്ച നേർന്ന പിറ്റേ ദിവസം നേർച്ച നേർന്ന വെള്ളിയാഴ്ചയായിരുന്നു, ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ച വന്നിട്ടില്ല, ഇല്ല, ആദ്യത്തെ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച വരുന്നതിന് സംഭവം നടക്കുകയാണ്. ആ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചു. തിരിച്ചു ഇവിടെ വന്നപ്പോ പറഞ്ഞു, എന്റെ മേത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയ പോലെ തോന്നിയെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പം അത് പ്രധാനപ്പെട്ട സംഗതി സഹോദരങ്ങളെ, മേത്തുനിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോയ പോലെ. അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ ചെന്നപ്പോ അതിന്റെ സംഭവം എന്നറിയാമോ? അതായത് ഇവ ഡെലിവറൻസ് പ്രാർത്ഥന നടന്നില്ലേ, അപ്പൊ ചിലപ്പോ ഒരു സംഗതിയുണ്ട്, ഒരു മൂടല്.
ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരു മൂഡിൽ ബന്ധിച്ച് കാണുമ്പോൾ എന്തോ അങ്ങോട്ട് നീങ്ങിപ്പോയി, ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു സാധനം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതൊരു തരത്തിലൊരു ഒരു ബന്ധം, ഒരു അരൂപിയാണ്, അതങ്ങോട്ട് വിട്ടുമാറിപ്പോയി. ഡെലിവറൻസ് പ്രാർത്ഥന നടക്കുമ്പോൾ ഹല്ലേലൂയ. അത് നോക്കിയാൽ ചേട്ടൻ പറഞ്ഞു എന്തോ ഒരു സാധനം കൊണ്ട് മാറിപ്പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ പണ്ടത്തെ പിന്നത്തെ സ്വഭാവം കാണിച്ചു. പിന്നെ ഞാൻ ക്രിസ്മസിന്റെ തലേദിവസം ഇവിടെ കൊണ്ടുവന്നു, ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ആന്റണീച്ചനെ നേരിട്ട് കണ്ട് ധ്യാനത്തിന് ബുക്ക് ഡേറ്റ് ചെയ്തു, ഫിക്സ് ചെയ്തു. അച്ഛൻ ധ്യാനമൊക്കെ ഡേറ്റ് ഒക്കെ ജനുവരി 9 ധ്യാനത്തിന് തന്നു. അങ്ങനെ ധ്യാനം കൂടി. ഇപ്പൊ 2.5 വർഷമായി. മദ്യപാനം എല്ലാം നിർത്തി. സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ടു. 2ാമത്തെ വർക്ക്ഷോപ്പിന്റെ പണി പൂർത്തിയായി. 10 സെന്റ് സ്ഥലം മേടിച്ചു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും കാരുണ്യവും. എന്നൊക്കെ ഒരൊറ്റ ഒരാള് നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരൻ. നിങ്ങൾ ഇതിനകത്ത് എനിക്ക് ചേച്ചിയോട് നല്ല ബഹുമാനം തോന്നുന്നുണ്ട്. എന്താ കാരണം അറിയോ? ഈ ചേച്ചി ഒറ്റ ഒരാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണത് ഞാൻ നേരെയായത്. നമ്മൾ കുടുംബത്തിൽ ഒരാളുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി സഹോദരങ്ങൾ, ഈ കുടുംബം മുഴുവൻ നേരെയാവും. ആ ചേച്ചി സഹോദരങ്ങൾ ആദ്യ വെള്ളിയാഴ്ച വന്ന് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവാസങ്ങൾക്ക് പരിഹാരം ചെയ്യും. എന്നിട്ടോ എത്ര ദിവസം പ്രാർത്ഥിക്കുമ്പോൾ 90 ദിവസം മുടങ്ങാതെ, എത്ര പ്രാർത്ഥിക്കാൻ വിശ്വാസം പറയണം? 21 വിശ്വാസം തുടങ്ങാം, മുടങ്ങാതെ അങ്ങോട്ട് ചൊല്ലി സഹോദരങ്ങളെ. അതങ്ങോട്ട് ചെയ്ത് എന്നിട്ട് ദൈവം കണ്ടില്ല വ്യത്യാസം വരെ നോക്കിയേ. ടോർപ്പടം ഉണ്ടല്ലോ, ടോർപ്പടം അറിയില്ല അല്ലേ? ടോർപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലിൽ തകർക്കണ മിസൈലാണ് ടോർപ്പടം. അത് എതിലേ പോകുന്നറിയോ? അത് കടലിന്റെ അടിയെ കൂടെ ചെല്ലും. അടിയെ കൂടെ ചെന്നിട്ട് കപ്പൽ തുളച്ച് കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം, കപ്പൽ തകർന്ന് കഴിയുമ്പോഴേ കപ്പലിലുള്ളവർ അറിയുള്ളൂ ടോർപ്പടം ഇടിച്ച് കയറുന്നത്. ഇതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പരിഹാരം ചെയ്ത ചെന്നങ്ങോട്ട് ചെന്ന ആ സംഗതി ഒരു ഇത് വരുമോ, ഇതാ ഞാൻ വരുന്നെന്ന് പറഞ്ഞു വന്ന് എന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന്. അപ്പൊ എന്തോരം മാറി. എന്നാലും മദ്യപാനം മാറിയില്ല, ചേച്ചി വിട്ടില്ല, വീണ്ടും വന്ന് ധ്യാനം കുടിച്ച് സംഗതി ഇപ്പൊ എന്തായി. അന്ന് 2.5 വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞു ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കൈ അടിച്ച് നന്നായിട്ട് ആരാധിക്കട്ടെ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ജനമേ നീ എന്നും ദൈവത്തിൽ മാത്രം ശരണം വെക്കണം. നിന്റെ ഹൃദയ കർത്താവിനെ തുറക്കുമ്പോൾ നിന്റെ സങ്കേതം ദൈവമായിട്ട് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ദൈവം മാത്രം എൻ്റെ സങ്കേതമായി മാറണമെങ്കിൽ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കപ്പെടണം. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിറയണം. അങ്ങനെ ദൈവത്തിന് മാത്രം ശരണം വെക്കണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. ഓരോ വചന ശുശ്രൂഷയും ഇതിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശം ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനം മുഴുവൻ ദൈവത്തെ ശരണം വെച്ചത് പോലെ ഓരോ വചന ശുശ്രൂഷയും ദൈവത്തെ ശരണം വയ്ക്കുന്നതിലേക്ക് നമ്മെ എത്തിക്കണം. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇനി ഒരിക്കലും പ്രതീക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് നിരാശയപ്പെട്ടിരിക്കുന്ന ഓരോ ദാസന്മാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവിടുന്ന് അത്ഭുതകരമായി കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പൈശാചികപ്പെട്ട ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ, ഓ ദൈവമേ, രോഗത്താൽ ഞെരുങ്ങുന്ന കുടുംബങ്ങൾ, ആത്മകളെ ഭക്തിക്കുന്ന കുടുംബങ്ങൾ, ഓ ദൈവമേ, ബന്ധനങ്ങൾ കുടിയിരിക്കുന്ന കുടുംബങ്ങൾ, അനുവാദ ഗുണം തകർന്നെടുക്കുന്ന കുടുംബങ്ങൾ, പാപത്തിന്റെ ബന്ധനത്തിൽ പഠിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഈ ശരീരത്തിന്റെ അത്താരിൽ നിന്നും ഓരോ കുടുംബങ്ങളിലും പുറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ ഭാവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കർത്താവിൽ ആശ്രയിച്ച് വിജയം ഭരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, വചന ശുശ്രൂഷയുടെ ഓരോ സത്യങ്ങളും യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹൃദയം നന്നായി തുറക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കൂട്ടത്തിലുള്ളവനെ
ഉന്മേഷവാനാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു, ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയവ്യഥ ഉന്മേഷം കെടുത്തിക്കളയുന്നു. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ മനസ്സ്, അതായത് ആത്മാവ്, ശരീരം, ഹൃദയം എല്ലാം ഒരു സന്തുലിത അവസ്ഥയിൽ നിൽക്കുമ്പോൾ വലിയൊരു ആനന്ദത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹൃദയത്തിൽ വ്യഥ വന്നാൽ നമ്മുടെ ഉന്മേഷം അത് കെടുത്തിക്കളയും, മുഖത്തിന്റെ പ്രസന്നത അത് നശിപ്പിച്ച് കളയും. ഒരു സന്തോഷം ആകാൻ പറ്റണില്ല. ഹൃദയത്തിൽ വ്യഥ കിടക്കുന്നത് കൊണ്ടാണ്, ഹൃദയത്തിൽ ഭാരം കിടക്കുന്നത് കൊണ്ടാണ്, ഹൃദയത്തിൽ നിരാശ കിടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹൃദയ വ്യഥയിലിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ പൈതൽ പലവിധ കാര്യങ്ങളിലൂടെ ഉന്മേഷവാനായി തീരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഇച്ചിരി ഓഫായിട്ട് ഇച്ചിരി വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയത്ത്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടീനെ കണ്ടെന്ന് വിചാരിക്കുക. ആ ചെറിയ കുട്ടി നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു ചിരി അങ്ങോട്ട് വരും. ഒരു സെക്കൻഡ് നേരത്തെങ്കിലും ആ ഹൃദയത്തിന്റെ വ്യഥ അങ്ങോട്ട് മാറിപ്പോയി. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആ കുട്ടിയിലുണ്ടായിരുന്ന ആ ഒരു നിഷ്കളങ്കമായ ഒരു പുഞ്ചിരി, അതല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു കുഞ്ഞു ചാപല്യം, എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സംഗതി നമ്മുടെ ഹൃദയത്തെ ഒരു മിനിറ്റ് നേരത്തെങ്കിലും ഉന്മേഷവാനാക്കാൻ സാധിച്ചു. ആ കുട്ടിക്ക് കഴിഞ്ഞു. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൽ ദൈവ പൈതലിനോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എല്ലാം ഇങ്ങനെ നമ്മൾ ഉന്മേഷവാനാക്കിക്കൊണ്ടിരിക്കണം എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. നീ ഇന്നൊരു കുടുംബനാഥനാണെങ്കിൽ, കുടുംബനാഥയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം ഒരുമിച്ചാണെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, കുടുംബത്തിൽ ഒരാളുടെ മുഖം അത്ര പ്രസന്നമല്ലാതെ ഒരു ഹൃദയ വ്യഥ മൂലം ഉന്മേഷം നഷ്ടപ്പെട്ട് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ആ വ്യക്തിയെ ഉന്മേഷവാനാക്കാൻ ഉത്തരവാദിത്തം ദൈവം നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നീ ഒന്നൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ നിന്റെ സ്കൂളിൽ പഠിക്കുന്ന 50 കുട്ടികളിൽ ഒരു 10 കുട്ടികളുടെ ഒരു ഉന്മേഷം നഷ്ടപ്പെട്ട് ഒരു കൃപ നഷ്ടപ്പെട്ട് വരണ്ടുണങ്ങിയ ഒരു പ്രത്യേക അവസ്ഥയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഈ വരണ്ടുറങ്ങിയ ഹൃദയത്തിലേക്ക് ചെന്ന് പതിച്ചാൽ വെള്ളം സ്വീകരിക്കുമ്പോ ഭൂമി എന്നതുപോലെ ആ കുഞ്ഞുങ്ങൾ ഉന്മേഷവാനായി തീരും. നീ അത് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവേദലാണെങ്കിൽ സക ശുശ്രൂഷകന്റെ മുഖത്തൊരു വാട്ടം കണ്ടാൽ അത് മാറ്റാൻ ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മളൊരു കാര്യം വായിക്കുന്ന ഇങ്ങനെയുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 31-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ കാണുന്ന സംഭവം ഇങ്ങനെയാണ്. യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് തരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോവാണ്. എന്തെന്നാൽ ലാബാൻ എന്ന് പറഞ്ഞ അമ്മായിയപ്പൻ അവനെ ഭയങ്കരമായി ഞെരുക്കാണ്. അവന്റെ അളിയന്മാര് അവനെ ഭയങ്കരമായി ഞെരുക്കുകയാണ്. കാരണം ആടുമാടുകളുടെ കച്ചവടത്തിന്റെ കാര്യത്തിൽ, കൂലിയുടെ കാര്യത്തിൽ എല്ലാവരും തട്ടുപാടി യാക്കോബിനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന്റെ കാര്യത്തിൽ പറ്റിച്ചു. അങ്ങനെ യാക്കോബ് ഉന്മേഷം നഷ്ടപ്പെട്ട് കൃപ നഷ്ടപ്പെട്ട് ഒരു പ്രത്യേക രീതി ഇരിക്കുമ്പോൾ ദൈവം നേരിട്ട് ചെല്ലുകയാണ്. സഹോദരങ്ങൾ, ദൈവം നേരിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പറയുന്നത് എങ്ങനെയാണ്? ദൂതൻ പറഞ്ഞു, തല ഉയർത്തി നോക്കുക, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, ലാബാൻ നിന്നെ ഞെരുക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് ദൈവം ആ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൂതനെ വിട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഉൽപ്പത്തി 39 അധ്യായങ്ങളില് യാക്കോബ് ശരിക്കും പറഞ്ഞ ഒരു ഒറ്റ സാന്നിധ്യം കൊണ്ട്, ഒരു ദൂതന ഇടപെടൽ കൊണ്ട് ഉന്മേഷം നിറഞ്ഞ കൃപ നിറഞ്ഞ വീണ്ടും ചലുടതയോടുകൂടി അദ്ദേഹം മൂവ് ചെയ്യുന്ന ചില രംഗങ്ങൾ അവിടെയുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 4-ാമത്തെ അധ്യായത്തിൽ കായേൻ ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അവന്റെ മുഖം മാടിയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. കായേൻ, എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ഉന്മേഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച ദൈവം നേരിട്ട് അങ്ങോട്ട് ഇടപെടുകയാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, നീ ഒരു ദൈവത്തിന്റെ ആളാണ്, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ ഉന്മേഷം നടപടി, യു ആർ റെസ്പോൺസിബിലിറ്റി. നീ ആ വ്യക്തിയുടെ ഉന്മേഷം കൊണ്ട് നിറയ്ക്കണം. അതേക്കുറിച്ച് ഞാൻ കണ്ടപ്പോ എനിക്ക് വലിയ ഹൃദയത്തിൽ നിറവ് തോന്നിയ ചില വചനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അത് പൗലോസ് ശ്ലീഹ ഫിലമോൻ എഴുതിയ ലേഖനത്തിലാണ്. ഫിലമോന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ബൈബിൾ തുറന്ന്, ബൈബിൾ ഉള്ളവർ നോക്കണം, നല്ലതാണ്. സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. വിശുദ്ധർ ഉന്മേഷഭരിതരായി. പൗലോസ് ശ്ലീഹ ഫിലമോനോട് പറയാണ്, സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്ന്, അതായത് ഫിലമോൻ ശരിക്കും പൗലോസ് ശ്ലീഹായ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്നേഹം കൊടുത്ത്, പിന്നെയോ അതുവഴി എനിക്ക് വളരെയേറെ ആശ്വാസവും സന്തോഷം ലഭിച്ച്. പൗലോസ് ശ്ലീഹ തന്റെ ഞെരുക്കത്തിന്റെ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോ ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം, ഇടപെടല്, അതെല്ലാം പൗലോസിന് ഉന്മേഷം നിറച്ചു. എന്നിട്ട് പറയാ, എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. വിശുദ്ധൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധർ ഉന്മേഷഭരിതരായി. അതിന്റെ അർത്ഥം എന്താ? ബൈബിളിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഏതൊരു ദൈവ പൈതലിനെയും ദൈവം വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. പൗലോസ് അങ്ങനെയാണ് സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനേകം വിശുദ്ധർ ഫിലമോൻ വഴി ഉന്മേഷഭരിതരായി തീർന്നു, ഉന്മേഷമാന്മാരായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ ഫിലമോൻ എന്ന വ്യക്തി അനേകരുടെ മനസ്സിന്റെ മൂടലുകൾ മാറ്റാൻ തക്ക വിധം സാന്നിധ്യം ഒരു അനുഗ്രഹവാക്യം മാറ്റി. എന്നിട്ട് ഈ പൗലോസ് ശ്ലീഹ ഫിലമോനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. അതാണ് എന്നെ കൂടുതൽ സ്പർശിച്ചത്. അതിങ്ങനെയാണ്, അതിന്റെ 20-ാമത്തെ വാക്യം. ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ അതിന് ഒരു അധ്യായമുള്ളത്. ആ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതേ സഹോദര, നീ കർത്താവ് എനിക്ക് ഈ സഹായം ചെയ്യുക. ക്രിസ്തുവിൽ എന്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. പൗലോസ് ഫിലമോന് പറയാ, എന്റെ പൊന്ന് ഫിലമോനെ, നീ എനിക്ക് ചെറിയ സഹായം ചെയ്തു തരണം. എന്നിട്ട് ചോദിച്ചെന്താ? ഒരു 10,000 രൂപ കടം തരാനല്ലേ ചോദിച്ചത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാനല്ലേ ചോദിച്ചത്? നിന്റെ ആ ബൈക്കും തരാമെന്നല്ല ചോദിച്ചത്. ചോദിച്ചെന്താണ്? വേറൊന്നുമല്ല, എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ്? ക്രിസ്തുവിൽ എന്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സഹായമാണ് അനേകരുടെ ഹൃദയങ്ങളെ ഉന്മേഷഭരിതമാക്കണം. ഞാൻ ഓർക്കാണ്, ഞാൻ ചിലപ്പോൾ സഹികളുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് മടുക്കാൻ പാടില്ല, എങ്കിലും ചിലപ്പോൾ ഇച്ചിരി ഒരു ക്ഷീണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വട്ടാലിച്ചനാൾ അച്ഛനെ 1 മിനിറ്റ് കണ്ടുകഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 2 പ്രാർത്ഥന അത് കഴിയുമ്പോൾ എന്റെ ഹൃദയം അങ്ങോട്ട് ഉന്മേഷം കൊണ്ട് നിറയും. പിന്നെ ഒരു എനർജിയാണ്. ഇത് പൗലോസ് ശ്ലീഹ മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ട ഒരു സഹായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ വചനം നമ്മളൊന്ന് മനസ്സിൽ പഠിക്കേണ്ടത് ആവശ്യമാണ് സഹോദരങ്ങളെ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് പ്രോവർബ്സ് 3-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 27-ാമത്തെ തിരുലിഖിതം. സുഭാഷിതങ്ങൾ 3:27. അവരെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അടുത്ത വാക്യം, 28-ാമത്തെ വാക്യം, അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശം ഉണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാം എന്ന് പറയരുത്. എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ ഒരു വസ്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ തരാൻ, നാളെ വാന്ന് പറഞ്ഞു വിടരുത്. കാരണം നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ഇതേ വചനപ്രകാരം പൗലോസ് ശ്ലീഹ ഫിലമോനോട് പറയാണ്, നീ നിനക്ക് ചെയ്യാൻ കഴിവുള്ള ചെറിയ സഹായം എനിക്ക് ചെയ്തു തരണം. അത് വസ്തുവൊന്നുമല്ല, പിന്നെയോ നീ എന്റെ ഹൃദയത്തെ ഉന്മേഷവാനാക്കി തരണം, എന്നെ ഉന്മേഷഭരിതനാക്കണം. അതുകൊണ്ട് സഹോദരരെ, നമ്മളത് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തില് രാവിലെ ഉറക്കം തളഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിൽ നിന്നൊക്കെ പുറപ്പെട്ട് പല സ്ഥലങ്ങളിൽ, ഓഫീസ്, ജോലി, കൃഷി, സ്കൂള്, പഠനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടന്നു പോയിട്ട് നമ്മൾ വൈകുന്നേരം അന്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം എത്ര പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സഹോദരങ്ങളെ? എത്ര പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്? കുടുംബാംഗങ്ങളടക്കം, പുറത്തുള്ളവരടക്കം, സ്വന്തക്കളും ബന്ധുക്കളും, ഒന്നുമല്ല ഒരു ബന്ധമില്ലാത്തവരടക്കം എത്ര ആൾക്കാർ ഒരു ദിവസം കാണുന്നുണ്ട്?
ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ സാന്നിധ്യം അവരുടെ ഹൃദയത്തിൽ ഉന്മേഷം പകർന്നോ? ഞാൻ മൂലം അവർക്ക് എന്തെങ്കിലും ഒരു കൃപ കിട്ടിയോ? അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പലപ്പോഴും ചിന്തിച്ചു നോക്ക്, നമ്മുടെ സാന്നിധ്യം വഴി എത്ര പേർ ഉന്മേഷം കെട്ടുപോയി. ആ എടുത്ത് ചാടി പൊട്ടിത്തെറിച്ചത് മൂലം എത്ര പേരുടെ മുഖത്തിന്റെ കൃപയാണ് നഷ്ടപ്പെട്ടു പോയത്. ഓരോരുത്തരെ കുറിച്ച് പരസ്പരം കുറ്റം പറഞ്ഞപ്പോ എത്ര പേർ ഉന്മേഷം കെട്ടുപോയത്. ഒന്നും മനസ്സിലാത്ത കാര്യത്തെ കുറിച്ച് വെറുതെ വാദന പറഞ്ഞപ്പോ എത്ര പേർ അഭിഷേകം ചോർന്നു പോയത്. അതായത് ബൈബിളിൽ ഒരു കാര്യമുണ്ട് സഹോദരി. ബൈബിൾ ഒരു കാര്യം കാണുന്നത് എങ്ങനെയാണ്? പൗലോസുകാർ റോമാ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ റോമ 1:11 പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ കൃപ തന്നിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏലീശായ പരിശുദ്ധ മറിയം നമ്മൾ കണ്ടുമുട്ടി. എന്തായി? ഏലീശായുടെ കഥ ഒരുപാട് കൂടി ഉന്മേഷത്തിലായി. ജീവിതത്തിന്റെ ഓരോ നാളുകളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളിലൂടെ ഇടപെട്ട് പോകുമ്പോൾ നമുക്കൊരു ദൗത്യമുണ്ട്. നമ്മുടെ ഒരു പുഞ്ചിരിക്ക് കാര്യമുണ്ട്, നമ്മുടെ ഒരു കെയറിന് കാര്യമുണ്ട്, നമ്മുടെ ആശീർവാദത്തിന് കാര്യമുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുന്ന എന്താ ഞാൻ പറയാം, എന്റെ ഹൃദയത്തിന് ഒരു ഉന്മേഷം ഉണ്ടായിട്ട് വേണ്ടേ മറ്റുള്ള ഹൃദയത്തിന് ഉന്മേഷമാക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഫിലമോന്റെ സാന്നിധ്യം പൗലോസിലേക്ക് ഒരു അനുഗ്രഹമായത്? എന്തുകൊണ്ടാണ് ഫിലമോന്റെ സാന്നിധ്യം അനേകം വിശുദ്ധർക്ക് ഉന്മേഷം പകർന്നത്? അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം ഇതാണ് സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ ഒരാളെ ഉന്മേഷഭരിതരാക്കാൻ പറ്റുള്ളൂ. കായന്റെ മുഖം തെളിയണത് കാര്യങ്ങളൊക്കെ വരുന്നത് ദൈവം വരുമ്പോഴാണ്. യാക്കോബിന്റെ മുഖം തെളിയണത് കാര്യങ്ങൾ നടക്കുന്നത് ദൈവം വരുമ്പോഴാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. 94-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന്റെ 10-ാമത്തെ തിരുലിഖിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക ആൾക്കാരെ ഉന്മേഷവാനാക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ഈ ദൈവകൃപ, ദൈവത്തിന്റെ ആശ്വാസം നിറയണം. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ ആശ്വാസം നിറഞ്ഞ അനേകർക്ക് ഈ കൃപ പകർന്നു കൊടുത്ത് അനേകർ ഉന്മേഷത്തിൽ അയക്കുമ്പോൾ എന്റെ ആത്മരക്ഷയാണ് നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിലപ്പോൾ ഒരു പക്ഷേ ഇതേപോലെ ഒരു ടിവിക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഒരു നെറ്റിന് മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനശുശ്രൂഷ നടത്താൻ ചിലപ്പോൾ നമുക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ ലീഡ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. എങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷ വരെയുണ്ട്. അത് ബൈബിൾ ദൈവം അംഗീകരിച്ച സംഗതിയാണ്. എന്ത് വേണം? നിന്റെ സാന്നിധ്യം ഒരു ദിവസം 10 പേരെങ്കിലും ഉന്മേഷവാനാക്കണം. അതെന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ പഠിക്കണം, ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കണം, പോസിറ്റീവ് കാര്യങ്ങൾ പറയണം, അവന്റെ ഹൃദയത്തിനെ ആശ്വസിപ്പിക്കണം, ദൈവ പ്രത്യാശ തരുമെന്ന് പറയണം. അങ്ങനെ ദൈവത്തിന്റെ കാര്യങ്ങളും ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാക്ഷ്യങ്ങളും ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളും നീ ഹൃദയത്തിൽ നിറച്ച് നീ അനേകരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം, അവരുടെ ഹൃദയം നിന്റെ സാന്നിധ്യം വഴി ഉന്മേഷമായി തീരും. വീണ്ടും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എഴുന്നേറ്റ് നിൽക്കാം. സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അനേകരുടെ ഹൃദയങ്ങളിൽ ഉന്മേഷം നിറയ്ക്കാം, അനേകരുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിച്ചെടുക്കണം. പലവിധ കാര്യങ്ങൾ ഉന്മേഷം നഷ്ടപ്പെട്ട അനേക ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ആ ലൂക്കായുടെ വിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നല്ല സമരക്കാർ റോമയിൽ ആക്രമിക്കപ്പെട്ട റോട്ടിൽ കിടക്കുന്ന സമയത്ത് മുഖം തിരിച്ചു പോയി 2 പേരെ പോലെ ആകരുത്. നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായമുണ്ട്. നിനക്ക് ദൈവീയ കാര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് അനേകർക്ക് പറഞ്ഞു കൊടുത്താൽ അതുവഴി അവരുടെ ഹൃദയം ഉന്മേഷം കൊണ്ട് നിറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പറയാം ഹല്ലേലൂയ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ ഞങ്ങൾക്ക് ഈ ഒരു അഭിഷേകം തുറന്നു തരണേ കർത്താവ്. ഓരോ ദിവസവും മുഖം മാടിയിരിക്കുന്നവരെ കാണുമ്പോൾ, ഹൃദയത്തിൽ വ്യഗ്രതകൾ ഉള്ളവരെ കാണുമ്പോൾ, ഹൃദയത്തിൽ ഭാരമുള്ളവരെ കാണുമ്പോൾ അവരെല്ലാം കർത്താവെ സ്നേഹത്തിൽ കൃപ പകർന്നു കൊടുത്ത് ഉന്മേഷഭരിതരാക്കുന്ന ഒരു അഭിഷേകം, ഒരു തീരുമാനം ഞങ്ങൾ ഹൃദയത്തെ തുറന്നു തരണമേ കർത്താവെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല 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 ഹല
ഹല ഹല ഹല ഹല ഹല. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. കർത്താവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ അടഞ്ഞിരിക്കുന്ന ഓരോ ഹൃദയങ്ങളും ഇപ്പോൾ കൃപ കൊണ്ട് നിറയട്ടെ കർത്താവേ. എല്ലാ ദിവസവും കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളെ ഉന്മേഷമാക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ നിറയട്ടെ കർത്താവ്. വിതയ്ക്കപ്പെട്ട വചനങ്ങളെല്ലാം ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ ഉന്മേഷവാനാക്കാൻ കർത്താവെ, കണ്ടുമുട്ടുന്നവരെ കൃപയിൽ ഉജ്ജ്വലിപ്പിക്കാൻ കർത്താവെ, സാന്നിധ്യത്തിന് അഭിഷേകമായിട്ട് സുവിശേഷം ചെയ്യുന്ന ഒരു പുതിയ അഭിഷേകം ഇപ്പോൾ ഓരോരുത്തരും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൂട്ടത്തിലുള്ളവരെ ഉന്മേഷവാന്മാരാക്കണം സഹോദരങ്ങളെ. എൽ ഷദായ്. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. ജീവന്റെ അപ്പം നിന്നെ തേടി ഭൂമിയിൽ വന്നിതാ നിൽക്കുന്നു. സ്തുതി പാടുക മനമേ, സ്തുതി പാടുക മനമേ, ആത്മാവിൽ ആരാധനയേകൂ. ആരാധന ആരാധന ആരാധന. സാമുവേൽ പ്രവചനത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആകാശം ചായ്ച്ച് ഞാൻ അവരുടെ അടുത്തേക്ക് വരും. കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവഭക്തനോടും കർത്താവ് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നു: ഭയപ്പെടേണ്ട, ദൈവ പൈതലേ എന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ഭയപ്പെടേണ്ട, ഇതാ കർത്താവിൻ്റെ സമാധാനമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുന്ന സമയമാണ്. കർത്താവ് സമാധാനം നൽകുന്ന സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് കർത്താവ് വിടുതലിൻ്റെ ദൈവമായി വ്യാപരിക്കുന്ന സമയമാണ്. കർത്താവ് പാലസ്തീനയുടെ പരിസര പ്രദേശങ്ങളിൽ കടന്നുപോയപ്പോൾ വഴിയുടെ ഇരുവീതികളിലും പലവിധ പ്രശ്നങ്ങളാൽ നിന്നവർ ഇതുപോലെ കർത്താവിനെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവരെല്ലാം അനുഗ്രഹിച്ച് അവരെല്ലാ പ്രശ്നത്തിനും കർത്താവ് ഉത്തരം നൽകി. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുത്തു, ഭയമുള്ളവരെ ധൈര്യപ്പെടുത്തി, രോഗമുള്ളവരെ സുഖപ്പെടുത്തി, ബന്ധനത്തിരുന്നവരെ വിടിപ്പിച്ചു, പൈശാചിക ബന്ധനത്തിരുന്നപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അതേ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ അന്ന് സംഭവിച്ചതെല്ലാം ഇന്ന് സംഭവിക്കും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിൻ്റെ പക്കലെ ഈ കാര്യങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദാസീദാസന്മാരെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ: ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന 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 ആരാധന. ഓ കർത്താവായ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ ഇരിക്കുന്ന വിടുതൽ പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, നാരകീയ സേനകൾ വിട്ടുമാറി പോകട്ടെ, അത്ഭുത വിടുതൽ കൃപയാഭിഷേകം ഓരോ കുടുംബങ്ങളെയും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. El Shaddai.